ഇതിനു വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ മുൻകൈയെടുത്തതെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള മാനസികമായ വൈകൃതങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശിവയോഗി ഇടപെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ നന്നാവാൻ മനസ്സ് നന്നായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി കലാപക്കൊടി ഉയർത്തിയ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ജന്മം കൊണ്ട് കൊല്ലംകൂട്ടുകാരനാണ്. അക്കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ചിന്തകൾക്കും അപ്പുറത്ത് വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള നരബലി ഉൾപ്പെടെയുള്ള എല്ലാ പ്രാകൃതമായ ആചാരങ്ങൾക്കും എതിരായി ശബ്ദിക്കുകയായിരുന്നു. ധർമ്മരാജ ആനാട്ട് സാധനം ഇവിടെ വന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് വളരെ സമഗ്രമായും എന്നാൽ സൂക്ഷ്മമായും അവതരിപ്പിച്ച ഇരുവർക്കും ഈ സംഘടനയുടെ സംഘാടക സമിതിയുടെ പേരിൽ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം വളരെ പ്രധാനമായി ഈ ഒരു സ്ഥലത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ മുഖ്യമായും ഉണ്ടായിരിക്കേണ്ട ഒരാൾ MLA ആണ്. അദ്ദേഹവും വന്നു. അദ്ദേഹത്തിന് ശ്രീ കെ ബാബു MLA-ക്കും ഈ സംഘടനയുടെ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടായി വീട്ടുമഹർഷി വേലായുധൻ മാഷ് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല, കാരണം വേലായുധൻ മാഷ് സ്മൃതിയുടെ ഭാഗമാണ്. എങ്കിലും ഔപചാരികമായി വേലായുധൻ മാഷ്ക്ക് നന്ദി പറയുന്നു. പിന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ സുജയ, സുമലത മോഹൻദാസ്, ശാലിനി കൽപേഷ്, അവർക്കും നിങ്ങളുടെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും നന്ദി പറയുന്നു. മനുഷ്യൻ ഏറ്റവും നന്നാകുക, മതമേതോ ആയിക്കോട്ടെ, എല്ലാവരും തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുക. ആ ഒരു ഭാഗ്യത്തിലുള്ള വീട്ടിലേക്ക് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് ഭാഗ്യമായി കരുതുന്നു. അമ്മാവിൻ്റെ മരുമകളായി ജീവിക്കാൻ 5ാമത്തെ തലമുറയാണ് ഞാൻ. 6ാമത്തെ തലമുറയും 7ാമത്തെ തലമുറയും ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത വർഷം ഇതുമായി നമ്മൾ ഗംഭീരമായി നടക്കുമ്പോൾ ആരാട്ടപ്പെട്ട കുറേ അംഗങ്ങളും നമ്മളെ സഹകരിക്കുമെന്ന് ഇവിടെ പറയുന്നു. മുത്തശ്ശി പറഞ്ഞ ചെറിയൊരു കഥ മനസ്സിലോർമ്മ. എൻ്റെ അമ്മാവിനെ കുറിച്ച്. പണ്ട് നായർ തറവാടുകളിൽ പൂജകളും വിഗ്രഹാരാധനകളും നാമന്മാരെ വെച്ചിട്ടുള്ളതും എല്ലാം ധാരാളം നടത്തുന്ന കാലഘട്ടത്തിലാണ് അമ്മാവൻ ജീവിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം മുത്തശ്ശിക്ക് കാശിക്ക് പോകാൻ പണ്ട് എല്ലാവരും 2-3 മാസമൊക്കെ പോകുമ്പോൾ ആങ്ങളയോട് ചോദിച്ചിട്ട് പെങ്ങന്മാർ എവിടേക്കും പോകാറുണ്ട്. അപ്പം അത് ചോദിക്കാൻ വേണ്ടി ആശ്രമത്തിൽ പോയപ്പോൾ ദേവിക്ക് ഇത് ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് നീ വരണ്ട, ഞാൻ സമ്മതിക്കില്ല, നമുക്കറിയാലോ, നീ അവിടെ പോയിട്ട് കാശിയിൽ പോയി എൻ്റെ ചങ്ങാതിമാർ കണ്ട കാഴ്ചകളൊക്കെ നീ മനസ്സിലാക്കി എന്നെ ഈ കാണാൻ പോകും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവരെല്ലാം തിരിച്ചെത്തി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നേരിട്ട് അമ്മാവിൻ്റെ അടുത്തേക്ക് പോയി. അമ്മാവിനോട് ഇതൊന്നും നീ കണ്ടതൊന്നും എന്നോട് പറയേണ്ടാവുന്നു, ശുദ്ധമായി ജപമുറിയിലേക്ക് വരാൻ പറഞ്ഞു, കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു, ധ്യാനത്തിനിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ണൊരിക്കലും തുറക്കരുതെന്ന് പറഞ്ഞു. അവിടെ കണ്ട കാഴ്ചകൾ മുഴുവൻ, കാശിയിൽ കണ്ട കാഴ്ചകൾ മുഴുവൻ മുത്തശ്ശിക്ക് അമ്മാവൻ കാണിച്ചു കൊടുത്തു എന്നാണ് അതിലൂടെ എനിക്ക് പറഞ്ഞു തന്നത്. ഗംഗയിൽ ഇറങ്ങി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഗംഗയിൽ കുളിച്ചോളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് 21 പ്രാവശ്യമൊക്കെ അതിൽ മുങ്ങിയത്ര. ആ ചെറിയ റൂമിൽ ഗംഗയെ വരുത്തിയ അമ്മാവൻ എത്ര വലുതാണെന്ന് നമ്മൾ ആർക്കും. ഇനി ആ വിഗ്രഹാരാധന അമ്പലങ്ങളിൽ പോകാൻ വേണ്ടി അനുമതിക്ക് വരരുത് എന്ന് അമ്മാവൻ പറഞ്ഞിട്ടാണ് അത്ര മുത്തശ്ശി അയച്ചത്. നമ്മളാരും അത്ര വേണ്ടെങ്കിൽ ആശ്രമത്തിലേക്ക് പോകാറില്ല. അമ്മാമ്മയ്ക്ക് അത് ആഗ്രഹവുമല്ല. ഇതെല്ലാം ശിഷ്യന്മാരുടെയാണ്, നമ്മളിതൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മാമ്മ പറഞ്ഞത് വഴി നമ്മുടെ മനസ്സിലുള്ള എല്ലാവരുടെയും നന്നാവട്ടെ, എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ, മതം നോക്കാതെ നമ്മളെല്ലാവരെയും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരുപക്ഷെ യൂറോപ്പിലും മറ്റും വളർന്ന ഹെഡോണിസം എന്ന് പറയുന്ന
ആനന്ദവാദത്തിലേക്ക്, ആനന്ദമതത്തിലേക്ക്. യൂറോപ്യൻ ആനന്ദമതവും ഇദ്ദേഹത്തിൻ്റെ സ്വാമിജിയുടെ ആനന്ദമതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മനസ്സ് ആണ്. എന്താണ് മനുഷ്യന് ഏറ്റവും അധികം ആവശ്യം? അവൻ്റെ സന്തുഷ്ടമായ മനസ്സ്. ആ സന്തുഷ്ടമായ മനസ്സ് നന്നാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഒരു കണ്ണിയായിട്ട് കാണാൻ നമുക്ക് കഴിയും. ആ കണ്ണി ഒരുപക്ഷെ സർവമത സാഹോദര്യത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെയോ ഗാന്ധിജിയുടെയോ അതുപോലുള്ള ലോക പുരുഷന്മാരുടെ അദ്ദേഹം ആധ്യാത്മിക നിഷേധിയാണെന്ന് പറയുവാൻ കഴിയില്ല. ഞാൻ 2 വർഷങ്ങളാണ് ഒരു ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ സ്വാമി സാമൂഹികമായും രാഷ്ട്രീയമായും കലാപരമായും സാഹിത്യപരമായും ഒക്കെ ഒരു ഉണർവ് ഈ കാലഘട്ടങ്ങളിൽ, ഉണർവ് അല്ലെങ്കിൽ പുരോഗമനം ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരു സംസ്കാരവും സ്വന്തമായ ഒരു സ്വത്തുള്ള സംസ്കാരമല്ല. പല സംസ്കാരങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വിശേഷണങ്ങളുള്ള സ്വഭാവമുള്ള ാണ് നമ്മുടെയൊക്കെ സംസ്കാരം. കേരളത്തിൻ്റെ മാത്രം സംസ്കാരം അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ മാത്രം സംസ്കാരം, ദക്ഷിണേന്ത്യയുടെ മാത്രം സംസ്കാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാരമ്പര്യത്തിൽ നിന്നാണെന്ന് പറയും. പാരമ്പര്യമാണെങ്കിലോ ഐതിഹ്യങ്ങളുമായി കെട്ടുപിടങ്ങി കിടക്കുക. ഈ ഐതിഹ്യ കഥകളൊക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ പ്രദേശങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടായിട്ടുണ്ടാകും. ഇവിടെ നമ്മുടെ കേരളം ഉണ്ടായതിനെക്കുറിച്ചുള്ള ഐതിഹ്യമുണ്ട്. പരശുരാമൻ മഴുവതിന് കടലിനെ പേടിപ്പിച്ച് വരുണനെ പേടിപ്പിച്ച് നേടിയെടുത്തതാണ് എന്ന ഐതിഹ്യ കഥ. ഇതേ കഥ പല രൂപത്തിലും ഭാവത്തിലും പലയിടത്തുമുണ്ട്. അതിൻ്റെ കഥ നടത്തുന്ന ജയന്തി ആഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും. തീർച്ചയായും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. യോഗിനി മാതാവിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഞാൻ എന്നെ സംബന്ധിച്ച് തികച്ചും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ പദവിയിലുള്ള ഒരു വ്യക്തി കൂടിയാണ്. യോഗിനി മാതാവിനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും ചരിത്രം, ആ ചരിത്രത്തിലേക്കൊന്ന് വഴിതിരിഞ്ഞ് നോക്കുമ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ സന്യാസിയായിക്കൊണ്ടാണ് യോഗിനി മാതാവ് അറിയപ്പെടുന്നത്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ചരിത്രം വഴിമാറിപ്പോകുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ തിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. തീർച്ചയായും ശിവയോഗിയെക്കുറിച്ച് വളരെ വ്യക്തമായും ചേരുന്ന കൂട്ടുപാതയ്ക്കൊട്ടരികിലായി വട്ടക്കുടയും പിടിച്ചു മുത്തച്ഛനാം ഒറ്റ പേരാലങ്ങു നിന്നിരുന്നു. ആലിന്റെ താഴത്തു പാതയോരം ചേർന്ന് ആരും അറിയാത്ത കല്ലു നിന്നു. കല്ലിൽ അതുവഴി പോകുന്ന പട്ടിയും കുട്ടിയും തീർത്ഥം തെളിച്ചിരുന്നു. കാലം കടന്നൊട്ടുപോകെ ഒരു ദിനം കല്ലിലായി തിരിച്ചോര കണ്ടു. കാറ്റിന്റെ ചുണ്ടുകൾ തിത്തിരി പക്ഷി പോൽ നാട്ടു ചെവിയിലാ വാർത്ത ചേർത്തു. കേട്ടവർ ഒത്തുകൂടി പിന്നെ ക്ഷേത്രം പണിക്കുൾ പത്ത് 170-ലധികം വർഷം മുമ്പ് ജനിച്ച്
താൻ ജീവിക്കുന്ന സമൂഹത്തിൽ, താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ, ആ സമൂഹത്തിൻ്റെ പ്രത്യേകത ഞാൻ എടുത്ത് പറയേണ്ടതില്ല. മനുഷ്യർ പരസ്പരം തൊട്ട് കഴിഞ്ഞാൽ, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അശുദ്ധി ആകുന്ന ഒരു കാലഘട്ടം. നരന് അശുദ്ധ വസ്തുവാണ് പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും എന്ന് ആശാൻ പാടിയതുപോലെ മനുഷ്യന് അശുദ്ധ വസ്തുവായി വർത്തിക്കുന്ന ഒരു പീഡനകാലം. അങ്ങനെയുള്ള ആ പീഡനകാലത്ത്